നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൈഗ്രെയിൻ ഹെഡേക്കിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ടോ എന്നുള്ളത്. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ തലവേദനകളിലും കാരണം മൈഗ്രെയിൻ ആയിരിക്കണമെന്നില്ല. മൈഗ്രെയിൻ പോലെ തന്നെ പല കാരണം കൊണ്ടും മസിൽ പെയിൻ കൊണ്ടും അതുപോലെ തന്നെ സൈനസൈറ്റിസ് കൊണ്ടും എല്ലാം തലവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പലരും മൈഗ്രെയിൻ എന്ന് പറഞ്ഞു വരുന്ന തലവേദനകൾ വ്യക്തമായിട്ടുള്ള ഒരു ഡോക്ടറുടെ പരിശോധനയിൽ സൈനസൈറ്റിസ് ആവാനാണ് സാധ്യത കൂടുതൽ. ഞാൻ ഡോക്ടർ ഇമാനുവൽ ജോബുൽസൺ, സിയോൺ ആയുർവേദയിലെ ഫിസിഷ്യനാണ്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ് സിവിയർ ആയിട്ടുള്ള തലവേദന. വൈകുന്നേരങ്ങളിലും തലവേദന വളരെ ശക്തിയായിട്ട് തുടരുക, അതുപോലെ തന്നെ തലയ്ക്ക് നല്ല ഹെവിനെസ് തോന്നുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ തോന്നുക, തല താഴത്തിലേക്ക് കുനിയുമ്പോൾ വേദന കൂടുന്നത് പോലെ തോന്നുക. ഇത്തരത്തിലുള്ള പല ലക്ഷണങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള തലവേദനയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. നമ്മുടെ സൈനസ് കാവിറ്റികളിൽ, തലയിലുള്ള സൈനസ് കാവിറ്റികളിൽ കഫം നിറഞ്ഞത് മൂലം ഉണ്ടാവുന്ന ഒരു തലവേദനയാണിത്. കുറെ കാലമായിട്ട് റെക്കറന്റ് ആയിട്ട് നമുക്ക് അലർജി വരിക, അതുപോലെ തന്നെ മൂക്കടപ്പ് മുതലായിട്ടുള്ള പലതരത്തിലുള്ള കഫക്കെട്ടിന്റെ അസുഖങ്ങൾ കുറെ കാലമായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ ഇത്തരത്തിലുള്ള തലവേദന വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. നമ്മൾ ആയുർവേദത്തിലൂടെ വളരെ ഫലപ്രദമായിട്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹെഡേക്കുകളെ കുറയ്ക്കുവാനും അതുപോലെ തന്നെ കേരളീയ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളായിട്ടുള്ള നസ്യം മുതലായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ ഇത്തരത്തിലുള്ള വേദനകളെ ഒരു പരിധി വരെ വരാതിരിക്കുവാനും അലർജി മുതലായിട്ടുള്ള അതിന്റെ മൂലകാരണത്തെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുവാനും സാധിക്കുന്നതാണ്. നന്ദി. നമ്മൾ കോമൺ ആയിട്ട്